ഹായ് ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ. ഇപ്പോൾ സമയം ഒരു 6 മണിയൊക്കെ ആയിട്ടു. ഞാനൊരു 5:45 ആകുമ്പോൾ എണീക്കും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലത്തെ ഒരു വ്യൂ. അപ്പോൾ കുറച്ച് സമയം ഇവിടെ ഇങ്ങനെ തണുത്ത കാറ്റൊക്കെ കൊണ്ട് നിൽക്കാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ മൈൻഡും ബോഡിയൊക്കെ ഒന്ന് റിലാക്സ്ഡ് ആവും. ഇന്ന് കണ്ണമോന് സ്കൂളിലെ ദിവസമാണ്. അപ്പോൾ ചേട്ടന് ജോലിക്കും പോകണം. അപ്പം ഞാൻ അതൊക്കെ കഴിഞ്ഞത് നേരെ കിച്ചണിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ അത് ഈ ഒരു ഗ്ലാസ് കട്ടൻ ചായയുടെ എനർജിയോട് കൂടി നമ്മുടെ ഇന്നത്തെ ഡേ ഇവിടെ സ്റ്റാർട്ട് ആവുകയാണ്. അപ്പം ഞാൻ ഈ ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടോ. അപ്പോൾ അരിയും വെള്ളം ഒരുമിച്ചോടെ ഞാൻ ഇടാറ്. അപ്പോൾ വെള്ളം തിളയ്ക്കാനായിട്ട് നിൽക്കില്ല, അതിന് മുന്നേ ഞാൻ അരിയും വെള്ളമൊക്കെ ഒരുമിച്ചാണ് വെക്കാറ്. അപ്പോൾ പൊന്നരി ആയതുകൊണ്ട് തന്നെ നമുക്ക് ചോറൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ആയി കിട്ടും. അപ്പോൾ ഇന്ന് ഞാൻ മസാല ദോശയായിട്ട് ഉണ്ടാക്കണത്. അപ്പോൾ തലേദിവസം തന്നെ അതിനുള്ള മാവൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള മസാലകളുടെ കഷ്ണങ്ങളൊക്കെ ഞാൻ വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പണിയെന്ന് വെച്ചാൽ കണ്ണമ്മോനെ എണീപ്പിക്കണം. അപ്പോൾ എല്ലാവരും നല്ല ഉറക്കമാണ് കേട്ടോ. കണ്ണമ്മൻ്റെ മൂടിപ്പോൾ വെച്ചാൽ നല്ല ഉറക്കമാണ് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ നമുക്ക് വിളിക്കാൻ തോന്നില്ല. എന്നാലും വിളിക്കാണ്ടിരിക്കാനായിട്ട് പറ്റില്ലല്ലോ. ഇന്ന് സ്കൂളുള്ള ദിവസമാണ്, എന്തായാലും എണീപ്പിക്കണം. അപ്പം ഞാൻ അവനത് എണീപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അവനത് ഒരു ഗ്ലാസ് കട്ടൻ ചായ ഒക്കെ കൊടുത്തു. അപ്പോൾ ഈ കട്ടൻ ചായ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം ഇരുത്തി ടെക്സ്റ്റ് ബുക്കൊക്കെ ഒന്ന് വായിപ്പിക്കും. അപ്പം ഞാൻ അവനിടാനുള്ള യൂണിഫോമും കാര്യങ്ങളൊക്കെ അയൺ ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ തന്നെ റെഡിയായി വന്നോളും. അതൊക്കെ കഴിഞ്ഞ് മാളൂസ് എണീറ്റ് വന്നു. കുഞ്ഞപ്പം എണീറ്റിട്ടില്ല. അപ്പോൾ അവൾക്കും ഒരു ഗ്ലാസ് കട്ടൻ ചായ കൊടുക്കണം. കണ്ണനും കുഞ്ഞപ്പനൊന്നും രാവിലെ ഒരു ഗ്ലാസ് കട്ടൻ ചായ കിട്ടിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇവളങ്ങനെയല്ല കേട്ടോ. ഇവൾക്ക് രാവിലെ തന്നെ ഒരു ഗ്ലാസ് കട്ടൻ ചായ നിർബന്ധമാണ്. മറ്റവർക്ക് പിന്നെ നമ്മൾ നിർബന്ധിച്ച് കൊടുക്കണം. കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അവർക്ക് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഒരു മൈൻഡാണ്. ഇവൾ തിരിച്ചാണ് കേട്ടോ. അപ്പം ഇനി അടുത്ത പണി എന്ന് വെച്ചാൽ ദോശയ്ക്കുള്ള മസാല റെഡിയാക്കണം. അപ്പം ഞാൻ വീഡിയോ എടുക്കണ കണ്ടിട്ട് മാള് അടുക്കളയിലേക്ക് ഓടി വന്നിട്ട് എൻ്റെ ഒക്കത്ത് കയറി ഇരിക്കുന്നുണ്ട്. അപ്പം എന്നോട് പറയുകയാണ്, അമ്മ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കാനുള്ള എന്നൊക്കെ എന്തൊക്കെയോ അവൾ പറയുന്നുണ്ട്. അപ്പം എന്നെക്കാളും ഇഷ്ടമാണ് കേട്ടോ ആൾക്ക് വീഡിയോ എടുക്കാനായിട്ട്. അപ്പോൾ വീഡിയോയിലേക്ക് നോക്കിയിട്ട് ഹായ് ഒക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ കോപ്രായങ്ങളൊക്കെ ഫോണിലേക്ക് നോക്കിയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അവൾ. അപ്പം ഞാൻ കുക്ക് ചെയ്യാൻ കണ്ടിട്ട് അവൾ നോക്കിയിട്ട് എന്തൊക്കെ സാധനങ്ങൾ ഇടണേന്നൊക്കെ നോക്കിയിട്ട് അതിനെക്കുറിച്ചൊന്ന് അതൊക്കെ പറയാനുണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടണം, ഉപ്പിടണം, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാന്നൊക്കെയാണ് അവൾ പറയണത്. അപ്പോൾ ഇവരൊക്കെ എണീറ്റ് വരുമ്പോഴേക്കും എൻ്റെ അലക്കും കാര്യങ്ങളൊക്കെ കഴിയും. അപ്പോൾ ഈ പണികളുടെ ഇടയിൽ കൂടെ തന്നെ ഞാൻ അലക്കൊക്കെ വേഗം തീർക്കും കേട്ടോ. അപ്പം ഞാൻ ദോശയ്ക്കുള്ള മസാല ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഉച്ചത്തേക്കുള്ള കറി റെഡിയാക്കണം. അപ്പോൾ ഈ കറി തന്നെയായിരിക്കും ചേട്ടനും കൊടുത്ത് വിടുക. അപ്പോൾ ഉച്ചത്തേക്കുള്ള കറിയൊക്കെ നമ്മൾ നേരത്തെ തന്നെ ആക്കി വെക്കും കേട്ടോ. അപ്പോൾ ഇനി എന്തെങ്കിലും സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഉച്ചയ്ക്ക് ഇനി കുക്ക് ചെയ്യുള്ളൂ. പിന്നെ നമ്മുടെ നാട്ടിലത്തെ പോലെ ഇവിടെ അങ്ങനെ വണ്ടിയിലൊന്നും പിന്നെ ഫിഷും കാര്യങ്ങളൊന്നും കൊണ്ടുവരില്ല. നമുക്ക് ഡെയിലി ഒന്നും കിട്ടില്ല. അങ്ങനെ കിട്ടണമെങ്കിൽ തന്നെ നമ്മൾ വലിയൊരു മാർക്കറ്റ് ഉണ്ട് ഇവിടെ, കുറച്ച് ദൂരം അങ്ങോട്ട് പോകണം. അവിടെ നിന്നാണ് നമ്മൾ ഫിഷൊക്കെ വാങ്ങാറ്. അതും വാങ്ങുകയാണെങ്കിൽ നമ്മൾ വീക്കെൻഡിലാണ് വാങ്ങുക. വീക്കെൻഡിൽ വാങ്ങിയിട്ട് 2-3 തരം ഫിഷൊക്കെ വാങ്ങിയിട്ട് നമ്മൾ ഫ്രീസറിൽ നമ്മൾ സ്റ്റോർ ചെയ്യും. അപ്പോൾ ചിരക്കയും തക്കാളിയും പരിപ്പൊക്കെ ഇട്ടിട്ട് ചാറ് കറി വെക്കാൻ എന്നിട്ട് വിചാരിച്ചേക്കണേ. അപ്പം ഞാൻ അതിനുള്ള കഷ്ണങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ കറി എങ്ങനെ വെക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് പാലക് ദാലിൻ്റെ. അപ്പോൾ ആ സെയിം റെസിപ്പി തന്നെയാണ് കേട്ടോ ഈ ഒരു ഇതും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതേ കണ്ണമോൻ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞാപ്പ എണീച്ചു. അപ്പോൾ കണ്ണനും മാളും കൂടി ചെന്നിട്ട് അവനൊരു ഓരോ ഉമ്മയൊക്കെ കൊടുത്തിട്ട് അവനെ എണീപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ വീഡിയോ എടുക്കാനായിട്ട് വന്നപ്പോഴേക്കും മാളിതൊരു ഹായൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് ദോശ ഉണ്ടാക്കുന്നത് ചേട്ടനാണ് കേട്ടോ. ചില ദിവസങ്ങളിൽ ദോശക്കല്ല് എനിക്ക് നന്നായിട്ട് പണി തരും. അന്നത്തെ ദിവസം ഞാൻ ദോശ ഉണ്ടാക്കിയാൽ ശരിയാവില്ല. അപ്പോൾ അന്നത്തെ ദിവസങ്ങളിലൊക്കെ ചേട്ടനാണ് ദോശ ഉണ്ടാക്കാറ്. പിന്നെ എല്ലാ ഭാര്യമാരും ആഗ്രഹമല്ലേ, നമ്മൾ കുക്ക് ചെയ്യണ സമയത്ത് നമ്മുടെ ഭർത്താക്കന്മാരൊക്കെ നമ്മുടെ അടുത്ത് വന്നിട്ട് നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ ആ കാര്യത്തിലൊക്കെ കുറച്ച് ഭാഗ്യമുണ്ട് കേട്ടോ എനിക്ക്. അപ്പം എന്നെ രാവിലെ തന്നെ ഞാൻ എണീക്കാൻ നേരം വൈകിയാലോ അല്ലെങ്കിൽ ഉണ്ണികൾ വാശി പിടിച്ചാലൊക്കെ ചേട്ടനെ കുക്ക് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഉണ്ടാക്കിയ ദോശ കണ്ണനാണ് കേട്ടോ കൊടുക്കണം. അപ്പോൾ അവന് സ്കൂളിലേക്ക് പോകണ്ടേ, അപ്പോൾ അതുകൊണ്ട് വേഗം അവന് ഫസ്റ്റ് തന്നെ ഉണ്ടാക്കി കൊടുക്കും. ഇപ്പോൾ ടി വി ഒക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആൾ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ ഭയങ്കര സ്ലോ ആയിട്ടാണ് ഇരിക്കുക. അപ്പോൾ ടി വി ഒന്നും വെച്ച് കൊടുക്കില്ല ആ സമയത്ത്. അപ്പോൾ ടൈം ഉണ്ടെങ്കിൽ മാത്രമാണ് ടി വി ഒക്കെ ഓണാക്കി വെച്ച് കൊടുക്കുള്ളൂ കേട്ടോ സമയത്ത്. അപ്പോൾ അടുത്ത ആൾക്കാർ ക്യൂ നിൽക്കുക കേട്ടോ ദോശയ്ക്കായിട്ട്. അപ്പോൾ അവർക്കും ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്തു.
കുഞ്ഞപ്പനും മാളും ഇപ്പോൾ കഴിച്ചാലും ചേട്ടൻ ഫുഡ് കഴിക്കണ സമയമാകുമ്പോൾ അവർ വീണ്ടും ചേട്ടൻ്റെ ഒപ്പം ഇരുന്ന് കഴിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞത് കണ്ണൻ ഇന്ന് ഞാൻ ലഞ്ചിന് കൊണ്ടുപോകാനായിട്ട് അവന് ഏറ്റവും ഇഷ്ടമുള്ള എഗ് റൈസാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഞാനതൊക്കെ നേരത്തെ തന്നെ ആക്കി വെച്ചിട്ടുണ്ടായി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ചേട്ടൻ ഞങ്ങൾക്ക് രണ്ടാൾക്കും കഴിക്കാനുള്ള ദോശ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായി. അപ്പം ഞാൻ വേഗം ആ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്കിവിടെ വെള്ളം വരുന്ന ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വേസ്റ്റ് വരുന്നതും വെള്ളം വരുന്നതും ഡേ ബൈ ഡേ ആണ് കേട്ടോ. അപ്പം നമുക്ക് വെള്ളം വരുന്ന സമയത്ത് നമുക്ക് ഓണർമാർ താഴത്ത് നമുക്ക് ബെല്ലടിക്കും. അപ്പം നമുക്ക് ഓരോ ഫ്ലോറുകാർ പിടിച്ചിട്ട് വേണം നമുക്ക് വെള്ളം പിടിക്കാനായിട്ട്. നമ്മൾ ഏറ്റവും മേളത്തെ നിലയിലായതുകൊണ്ട് നമ്മൾ അവസാനമാണ് കേട്ടോ വെള്ളം പിടിക്കാറ്. അപ്പോൾ ബോർ വാട്ടറും ഉണ്ട്, പൈപ്പ് വാട്ടറും ഉണ്ട്. അപ്പോൾ ബാത്റൂമിലേക്കായാലും നമുക്ക് കിച്ചണിലേക്കായാലും രണ്ട് വെള്ളം വരുന്നുണ്ട്. പക്ഷെ നമ്മൾ കിച്ചണിലേക്ക് നമ്മൾ ചോറ് വയ്ക്കാനും കറി വയ്ക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനത്തെ ക്യാനുകളിലാണ് കേട്ടോ വെള്ളം പിടിക്കാറ്. അപ്പോൾ കുടിക്കാനാണെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് നമ്മൾ ഫിൽറ്റർ വാട്ടർ വാങ്ങുക ചെയ്യാറ്. കൊണ്ടുപോകാനായിട്ട് ചോറും കറികളൊക്കെ ആക്കി. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഒരു ഓംലെറ്റും വെക്കുന്നുണ്ട് കേട്ടോ ചേട്ടൻ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ അതേ കണ്ണമ്മൻ സ്കൂളിൽ പോകാറായി. അപ്പം ഇനി സോക്സും കൂടി അവൻ ഇട്ട് കൊടുക്കണം. സോക്സ് ഇടാൻ അറിയാമെങ്കിലും ഈ ഒരു കാര്യം മാത്രം നമ്മൾ ചെയ്ത് കൊടുക്കണം. സോക്സ് അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ ഇട്ട് കൊടുക്കണം. അച്ഛനിട്ട് കൊടുക്കണമെന്നാണ് അവന് ഏറ്റവും ഇഷ്ടം. ഞാനിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പെർഫെക്റ്റ് ആവില്ല എന്നാണ് അവൻ പറയണത്. അപ്പോൾ ചേട്ടൻ എന്തോ തിരക്കിലായതുകൊണ്ട് ഞാനാണ് കേട്ടോ അവനിന്ന് സോക്സൊക്കെ ഇട്ട് കൊടുക്കണത്. അപ്പം ഞങ്ങൾക്കൊക്കെ എല്ലാവർക്കും ഉമ്മയൊക്കെ തന്നിട്ട് അവൻ സ്കൂളിലേക്ക് പോകാനായിട്ട് റെഡിയായി. അപ്പോൾ കുറച്ച് നടക്കാനുള്ള ദൂരമുള്ളൂ കേട്ടോ സ്കൂളിലേക്ക്. പിന്നെ വഴിയും കാര്യങ്ങളൊക്കെ അവൻ പോകാനുള്ള വഴിയും കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് തന്നെയാണ് കേട്ടോ ഇപ്പോൾ സ്കൂളിലേക്ക് പോകാറ്. പിന്നെ ലാംഗ്വേജൊക്കെ പിന്നെ സ്കൂളിലേക്ക് പോകുന്നതുകൊണ്ട് ഞങ്ങളെക്കാളും സ്പീഡിലൊക്കെ അവൻ തെലുങ്ക് സംസാരിക്കാനൊക്കെ ആയിട്ട് നല്ലോണം പഠിച്ചു കേട്ടോ. അപ്പോൾ ഒരു 8:30 ആകുമ്പോൾ അവനിവിടെ നിന്ന് ഇറങ്ങും. അതൊക്കെ കഴിഞ്ഞത് ഈ ചേട്ടനും പോവാറ്. ചേട്ടനും ഇതുപോലെ 9 മണിയൊക്കെ ആകുമ്പോഴാണ് ഇവിടെ നിന്ന് ഇറങ്ങുക. അപ്പം ഞങ്ങളിത് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഉണ്ണികളെ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവർക്ക് ഉച്ചയ്ക്ക് മുന്നേ ഞാൻ എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട് കൊടുക്കും. അല്ലെങ്കിൽ കുറുക്കോ അല്ലെങ്കിൽ മുട്ട പുഴുങ്ങിയതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ കണ്ണമോൻ ഉണ്ടാക്കിയത് ഞാൻ കുറച്ച് അവർക്ക് മാറ്റി വെച്ചിട്ടുണ്ട് എഗ് റൈസ്. അതിൻ്റെ കൂടെ ഞാൻ മുട്ട പുഴുങ്ങിയതും ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതായിട്ട് കൊടുക്കണത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.